أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. وصلى الله وسلم على سيدنا طلع البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا وجب الشكر علينا وجب الشكر علينا وجب الشكر علينا وجب الشكر علينا शुक्र है हम पर वाजिब 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 المتعلمات والمتفقهين في امور دينك والمتفقهات والذاكرين الله للقران الكريم والمتعلمين والمقرئين والمقرئات اللهم انزل بركات الراحمين ويا اكرم الاكرمين اللهم يا رب العالمين زد في ذريته وفي رزقه لمن اشترك في بناء هذا المسجد ولمن اشترك فيه من صغيرة وكبيرة يا أرحم الراحمين ارحم العلماء العاملين والمشايخ الكاملين والأئمة الأربعة المجتهدين. الحمد لله. വളരെ കാലം മുമ്പ് കാലത്ത് സുവിദ്യാർത്ഥിയുടെ ഒരു വലിയ അഭിലാഷമായിരുന്നു ഈ മസ്ജിദ് ഉണ്ടാക്കുക. അങ്ങനെ അദ്ദേഹവും ഞാനും കൂടി ഒരാളെ കണ്ടുപിടിച്ച് ആ കാശുകൊണ്ടുപോയി നിങ്ങൾ പള്ളിയെടുത്തു. അന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഇതിന്റെ ഹദ്ദ് കിട്ടിയത് നമ്മുടെ അബ്ദുൽ ഹക്കീമാർ വിദ്യാർത്ഥികളിലും സ്ഥലങ്ങളിലും ഏർപ്പാട് ചെയ്ത അബ്ദുൽ ഹക്കീമായ കബൂൽ ചെയ്യപ്പെട്ടു. പിതാവിന്റെ പേരുണ്ടാക്കിയതായി അവരുടെ എല്ലാ
ഉദാഹരണത്തിന് ഒരു വാക്കുകൊണ്ടായാലും ഒരു തരിമണ്ണുകൊണ്ടായാലും ഒരു കാശുകൊണ്ടായാലും എന്തുകൊണ്ടായാലും ഇതിനോട് സഹകരിച്ചു ഇതൊന്നുമില്ലെങ്കിൽ മനസ്സുകൊണ്ട് സഹകരിച്ചാണ് അവർക്കെല്ലാം അള്ളാഹു തആല സഹായിക്കട്ടെ. എല്ലാവരും അള്ളാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിവാരണ أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. سيدنا ونبينا محمد المصطفى صلى الله عليه وعلى أهل بيته الطيبين الطاهرين وصحابته الغر الميامين ومن اقتدى بهديهم إلى يوم الدين. اللهم إنا نفتتح هذا المسجد المبارك بذكر الله وهذا المجلس المبارك بسم الله تعالى. اللهم بارك لنا وفيهم أجمعين. اللهم ارزق صاحب هذا المكان المبارك الذي عمره رزقا حلالا طيبا عبد الحكيم. اللهم والحاضرين من السادات والمشايخ يا أرحم الراحمين. صلى الله وسلم على خير سيدنا ونبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. സ്വാഗതം പാടിടാം സാദരം നേർന്നിടാം ഇവിടമണഞ്ഞവരതിഥികളോർ ഇവിടമണഞ്ഞവരതിഥികളോരിൽ ആയിരമായിരം ഹാരമതേകാം സ്വാഗതം അതിലായിരം ഞാൻ പാടിടും നല്ലോ സ്വാഗതം അതിലായിരം ഞാൻ പാടിടുന്നല്ലോ സ്വാഗതം പാടിടാം സാദരം നേർന്നിടാം ഇവിടമണഞ്ഞവരതിഥികളോർ ഇവിടമണഞ്ഞവരതിഥികളോരിൽ ആയിരമായിരം ഹാരമതേകാം സ്വാഗതം അതിലായിരം ഞാൻ പാടിടുന്നല്ലോ സ്വാഗതം അതിലായിരം ഞാൻ പാടിടുന്നല്ലോ ദൗമൻ ദൗമൻ മർഹബാ സയ്യിദ് സബാഹുദ്ദീൻ ദൗമൻ ദൗമൻ മർഹബാ സയ്യിദ് സബാഹുദ്ദീൻ ശൈഖനാ റിഫാഇനാ സയ്യിദൻ സാദാത്തിനാ ശൈഖനാ റിഫാഇനാ സയ്യിദൻ സാദാത്തിനാ നേത്രനിരയിൽ താരകം ശൈഖുനാ കാന്തപുരം നേത്രനിരയിൽ താരകം ശൈഖുനാ കാന്തപുരം നേർന്നിടാം ഞാൻ ഹാരകം ഓതിടാം ഞാൻ സ്വാഗതം നേർന്നിടാം ഞാൻ ഹാരകം ഓതിടാം ഞാൻ സ്വാഗതം സയ്യിദവർ ഉലമകളുമറകളണഞ്ഞവൾ കേകാം മർഹബാ സയ്യിദവർ ഉലമകളുമറകളണഞ്ഞവർ കേകാം
marhaba. Welcome you, Wami we say, you my firstling. Welcome for you, welcome you, Wami we say, you my firstling. Welcome for you. ഇവിടമിലണഞ്ഞുള്ള രാഷ്ട്രീയ നേതാക്കൾക്കോദാം മർഹബ. ഇവിടമിലണഞ്ഞുള്ള രാഷ്ട്രീയ നേതാക്കൾക്കോദാം മർഹബ. സേവനത്തിൽ അധിഷ്ഠിതം ഈ നേതൃനിരയിലും ഓദാം മർഹബ. സേവനത്തിൽ അധിഷ്ഠിതം ഈ നേതൃനിരയിലും ഓദാം മർഹബ. Welcome you, Wami we say, you my firstling. Welcome for you, welcome you, Wami we say, you my firstling. Welcome for. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ചെമ്മനാട് ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിമനോഹരമായൊരു മസ്ജിദ് ഈ പ്രദേശത്തുകാർക്കും ഇവിടെയുള്ള യാത്രക്കാർക്കും സൗകര്യപ്പെടുന്ന രൂപത്തിൽ അൽഹംദുലില്ലാ നമുക്ക് പൂർത്തീകരിച്ച് അഭിവന്ദരായ സാദാത്യങ്ങളുടെ ഉസ്താദുമാരുടെ കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ സമയത്ത് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തിൽ അവിടത്തോട് ഹുബ്ബ് പ്രകടിപ്പിച്ചുകൊണ്ട് അഭിവന്ദരായ ശൈഖുന എ പി ഉസ്താദ് അവരുടെ വർഷങ്ങളായി ജില്ലാ SYS സംഘടിപ്പിച്ചു വരുന്ന ഹുബ്ബ് റസൂൽ പ്രഭാഷണം ഇവിടെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. രണ്ടര വർഷം മുമ്പ് ശൈഖുന കാന്തപുരം ഉസ്താദ് അവർ ശിലാസ്ഥാപനം നടത്തി. ചില സാങ്കേതിക കാരണത്താൽ നിർമ്മാണം വൈകി. ഇന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചു. ചെമ്മനാട് എന്ന ഈ പ്രദേശം കാസർഗോഡ് പട്ടണത്തോട് തൊട്ടുകിടക്കുന്ന സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ചെമ്മനാടെന്ന് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായൊരു പഞ്ചായത്ത്, അഥവാ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്രയും കൂടുതൽ മതബോധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റൊരു പഞ്ചായത്തിൽ, ജില്ലയിൽ ഇല്ല, മറ്റ് സംസ്ഥാനത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ആ നിലക്ക് സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന ഈ പഞ്ചായത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ സൗകര്യപ്രദമായ ഒരു പള്ളി നമുക്കുണ്ടായതിൽ അല്ലാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പള്ളിയുടെ പ്രവർത്തന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള ഒരുപാട് സംഭവങ്ങൾ സൂചിപ്പിക്കാനുണ്ട്, ചുരുക്കി പറയുന്നു. ഈ നാട്ടുകാരനായ വർഷങ്ങളോളം വിദേശത്ത് സംഘടനയ്ക്ക് വേണ്ടിയും പ്രസ്ഥാനത്തിന് വേണ്ടിയും ത്യാഗം ചെയ്ത വലിയൊരു വ്യക്തിത്വമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സീതി ഹാജി സാഹിബ്
അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഈ പ്രദേശത്തൊരു പള്ളിയെന്ന്. പൂർണ്ണമായും സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങൾ, കർമ്മങ്ങൾ നിലനിർത്തുന്ന ഒരു പള്ളിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം നേരത്തെ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കിയെടുക്കുവാൻ അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പല വഴികളും മുട്ടിയെങ്കിലും അഭിവന്ദരായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് 2.5 വർഷം മുമ്പ് ഇതിന് ശിലാസ്ഥാപനം നടത്തിയപ്പോൾ ഒരു ദീനീ സ്നേഹിയായ ഒരു മാന്യ വ്യക്തി ഇവിടെ പള്ളി നിർമ്മിക്കാമെന്ന് ഏൽക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ കൊണ്ട് അതിൻ്റെ നിർമ്മാണം നടക്കാത്തത് കൊണ്ട് വർഷങ്ങളോളം കാത്തുനിന്ന് ഉസ്താദ് അവർകൾ മറ്റൊരു സ്ഥലത്ത് ആ പള്ളി മാറ്റി സ്ഥാപിക്കുകയും അങ്ങനെ ഈ പ്രദേശത്തുകാർക്ക് ഒരു പള്ളിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ദീനീ സ്നേഹിയും പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും സംഘടനയും പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നില്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ ഒത്താശകളും സഹായവും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു യുവസ്നേഹിതൻ. എന്നെ കുട്ടി കൂടുതൽ പറയരുത്, പരിചയപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മാതൃകയാകുവാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കളനാട് കോഴിത്തിടൽ അബ്ദുൽ ഹക്കീം ഹാജി സാഹിബ് അവർ, ആ വ്യക്തിയെ ഈ നാട്ടിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച മുർഷിദുൽ അനാം, അതുപോലെ തന്നെ സുന്നി യുവജന സംഘത്തിന്റെയും പ്രവർത്തകർ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അബ്ദുൽ ഹക്കീം ഹാജി സാഹിബ് അവർ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഒരു വസിയ്യത്തുണ്ട്, ഒരു പള്ളി നിർമ്മിച്ചു നൽകണമെന്നുള്ളത്. ആ വസിയ്യത്തിന്റെ സാക്ഷാത്കാരം ചമനാടാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന രൂപത്തിലുള്ള ഒരു പള്ളി ഞാൻ എടുത്തു തരാമെന്ന് വാക്ക് നൽകുകയും അങ്ങനെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹക്കീം ഹാജി സാഹിബ് അവർകൾ, അദ്ദേഹം ചെറിയൊരു പള്ളിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഈ പള്ളിയുടെ നേരെ പകുതിയുള്ള ഒരു പള്ളി, ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഉദ്ദേശിച്ച് പണി തുടങ്ങിയപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, അത് പോരാ, അത് കുറച്ചും കൂടി ബാക്കോട്ട് കൂട്ടിയെടുക്കണം. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ വലുതാക്കിക്കൊണ്ട് തറയൊക്കെ പണി കഴിയുമ്പോൾ ഹക്കീം ഹാജി സാഹിബ് ഒരവസരം ഇവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തറ 1ാം നില ഗ്രൗണ്ട് ഫ്ലോർ മാത്രം പൂർത്തിയായാൽ പോരാ, ഇവിടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരാറുണ്ട്, അതുകൊണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് എടുക്കണം. അങ്ങനെ പണി തുടങ്ങി. അൽഹംദുലില്ലാഹ് വളരെ ആവേശത്തോടുകൂടെ അദ്ദേഹം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ആ പള്ളി എന്തുകൊണ്ടും ഒരു സുന്ദരമായ പള്ളിയായിരിക്കണം, ആ പള്ളിക്കുണ്ട ഇടുന്ന മരം ഏറ്റവും നല്ല മരമായിരിക്കണം, ഏറ്റവും നല്ല ടൈൽസ് ആയിരിക്കണം, ഏറ്റവും നല്ല ഇന്റർലോക്ക് ആയിരിക്കണം, ഏറ്റവും നല്ല സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ പള്ളിയുടെ നിർമ്മാണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി ഉസ്താദുമാർ ദുആ ചെയ്യണമെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് പള്ളി കണ്ടാൽ, ആ പള്ളിയുടെ പരിസരം കണ്ടാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ ദുആ ചെയ്യുന്നു. കൂടുതലായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ നിലക്ക് എല്ലാ നിലക്കും ബഹുമാനപ്പെട്ട സീദി ഹാജി സാഹിബ് അവർകൾ ആരോഗ്യമില്ലാത്ത സമയത്ത് പോലും ഈ പള്ളിക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള എല്ലാവിധ ഒത്താശകളും ചെയ്തു. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹക്കീം ഹാജി സാഹിബ് അവർകൾ, അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കൾ, കുടുംബക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടുകാര്, അവരുടെ നാട്ടുകാരന്റെ പള്ളി എന്ന നിലയ്ക്ക് എപ്പോഴും വന്ന് കാണുകയും വേണ്ടുന്ന ഒത്താശകളും എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഹക്കീം ഹാജിയെ പ്രോത്സാഹിപ്പിച്ചതിൽ കളനാട്ടുകാരായ ദീനീ സ്നേഹികൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഈ നാട്ടുകാർ, പേരെടുത്ത് പറയുകയാണ്, ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ ജോലിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സദാസമയവും
ഈ പള്ളിക്ക് വേണ്ടി ഞങ്ങളുടെ സേവനം എന്താണെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്നുകൊണ്ട് എല്ലാവിധ സഹകരണം ചെയ്ത ആളുകളുണ്ട്. കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്. ഞാൻ 2 ആളെ പേര് മാത്രം എടുത്തു പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് ഈ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്ത വലിയൊരു വ്യക്തിയായിരുന്നു. ഏത് സമയത്തും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ പടികൾക്കും പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിന്റെ വെള്ളം നനക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സ്വന്തമായി ശമ്പളം വാങ്ങാതെ ജോലിയല്ലാതെ സേവനം ചെയ്തുകൊണ്ട് അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ അനീഫ സാഹിബ് തുടങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഈ പരിസരത്തുകാരായ ദീനീ സ്നേഹികൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത് വലിയൊരു ദൗത്യമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് അവർ നിർവഹിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രദേശത്തുകാരായ സുന്നി പ്രവർത്തകരുടെ സംഘടനയായ മുർഷിദുൽ അനാം നമുക്ക് പരിചയപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് ഇസ്ലാമിക പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു പൊതുസംഘടനയായിരുന്നു അത്. ആ സംഘടനയുടെ ഭാരവാഹികൾ, അതിന്റെ പ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ സ്വാഗതം ആശംസിക്കും. ഒരു വ്യക്തിയെ കൂടി ഈ സമയത്ത് കൂടുതലായി അനുസ്മരിക്കൽ, ഓർമ്മപ്പെടുത്തൽ നന്നായിരിക്കും എന്ന് കരുതുന്നു. ഈ പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും, വിദ്യാഭ്യാസ രംഗത്തായാലും ഏത് മേഖലയിലായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കയിൽ ഒരുപാട് സേവനം ചെയ്ത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പാതൂർ കുഞ്ഞാമ്പു ഹാജി സാഹിബ് അവർ. ബഹുമാനപ്പെട്ടവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിനു വേണ്ടി അനുകൂലമായ സമീപനം നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സമ്മതം നൽകിക്കൊണ്ട് നമ്മളെ സഹായിച്ചത്. ഞങ്ങൾ പ്രത്യേകം സ്മരിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മാന്യ വ്യക്തികളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സ്ഥലം ബഹുമാനപ്പെട്ട സീതി ആജി സാഹിബ് അവർ രജിസ്റ്റർ ചെയ്തു തന്നത്. അദ്ദേഹത്തിന്റെ നിയത്തതായിരുന്നു പൂർണ്ണമായും സുന്നത്തി ജമാഅത്തിന്റെ നിയന്ത്രണത്തിൽ സുന്നി പ്രവർത്തകർക്ക് മാത്രം സൗകര്യപ്പെടുന്ന രൂപത്തിൽ, അഥവാ അവരുടെ നിയന്ത്രണത്തിലായൊരു പള്ളിയായിരിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനു വേണ്ടി അദ്ദേഹം കണ്ടെത്തിയത്, അത് പൂർത്തീകരണത്തിന് വേണ്ടി കണ്ടെത്തിയത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തെയായിരുന്നു. സംഘത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ പൂർണ്ണമായും സുന്നികൾക്ക് വേണ്ടിയുള്ള പള്ളിയായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ടവരുടെ നിയത്തായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഇതിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുന്നു. കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ സന്തോഷവേളയിൽ നമ്മെ അനുഗ്രഹിക്കാൻ മഹാനായ വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് സബാഹുദ്ദീൻ റിഫായി. ബഹുമാനപ്പെട്ടവരെ, ബഹുമാന ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവലൻ ഉറഹിബു മിൻ അഅമാ ഖുലൂബിനാ ബിഫളീലത്തി ഷെയ്ഖ് സബാഹുദ്ദീൻ റിഫായി അൽ ബഗ്ദാദി ഹഫളഹുല്ലാഹ്. ലി ഇഫ്തിതാഹി ഇജ്തിമാഇനാ ഫലതഫളൽ മഷ്കൂർ. മഹാനവർകളാണ് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന ആദരവോടെ ഈ സംഗമത്തിലേക്ക് ഞാൻ ഷെയ്ഖ് സബാഹുദ്ദീൻ റിഫായി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഈ സംഗമത്തിൽ